ഒരു പ്രമുഖ നടൻ്റെ നാട്ടിൽ കഥയോട് കഥോരം പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണിത്. ഇതിൽ പരാമർശിക്കപ്പെടുന്നവരിൽ ചിലർ ഇന്നും ജീവിച്ചിരിപ്പുള്ളവരായേക്കാം എന്നതുകൊണ്ടും ഈ കേൾക്കുന്ന കഥ സത്യമാണ് എന്ന് യാതൊരു ഉറപ്പും ഇല്ലാത്തതുകൊണ്ടും ആ നടൻ്റെ പേര് പോയിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. കഥ മുൻപ് കേട്ടിട്ടുള്ളവരോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾക്ക് അത്തരം സൂചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തരുത്. കാരണം സത്യമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ഒരു കഥ ഇന്നും ജീവിച്ചിരിക്കുന്ന പലരുടെയും ജീവിതത്തെ നല്ലതല്ലാത്ത രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്നും നമുക്ക് ചുറ്റും കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പഴയ വേർഷൻ എന്ന രീതിയിൽ മാത്രമാണ് ഈ കഥ ഇവിടെ പറയുന്നത്. കഥയുടെ കാലഘട്ടം കുറച്ച് പഴയതാണ്. നാടക നടന്മാർ സിനിമയിലേക്ക് പ്രവേശിക്കുന്ന കാലം. അക്കാലത്ത് അങ്ങനെ സിനിമയിലെത്തി ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ സജീവമായ ഒരു നടൻ. അദ്ദേഹം തൻ്റെ മികച്ച പ്രകടനം കൊണ്ട് അക്കാലത്തെ സിനിമാ വ്യവസായത്തിന് വേണ്ടപ്പെട്ട ഒരാളായി വളരെ പെട്ടെന്ന് മാറി. വെറും നാടക നടനായി കണ്ടിരുന്ന തൻ്റെ നാട്ടുകാർ സിനിമാ താരം എന്ന നിലയിൽ അയാളെ വളരെയധികം ബഹുമാനിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴും നാട്ടിലെ ക്ഷേത്രത്തിലും സാംസ്കാരിക സംഘങ്ങളിലുമൊക്കെ നടൻ സജീവ സാന്നിധ്യമാണ്. ആ നാട്ടിൽ അയാളെക്കാൾ മുതിർന്ന നാടക നടൻ എന്ന നിലയിൽ അയാളെക്കാൾ മുൻപേ പേരെടുത്ത മറ്റൊരാൾ ഉണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ സിനിമാ താരത്തോട് അഭിനയത്തെപ്പറ്റിയും സിനിമയെപ്പറ്റിയും നാടകത്തെപ്പറ്റിയുമൊക്കെ അയാൾ സംസാരിക്കും. എടേ, നീ വിചാരിച്ചാൽ ഒരു സിനിമയിൽ എനിക്കും അഭിനയിക്കാൻ പറ്റില്ലേ? അത്ര വേഗത്തിൽ സിനിമയിൽ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. എങ്കിലും നാടകാഭിനയത്തിൽ തൻ്റെ വഴികാട്ടി കൂടിയായ അദ്ദേഹത്തെ പിണക്കാനോ നിരുത്സാഹപ്പെടുത്താനോ സിനിമാ നടൻ തയ്യാറായില്ല. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ആ നാടക നടൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഒരു വേഷം കിട്ടിയിട്ടുണ്ട്. ഷൂട്ടിങ് മദ്രാസിലാണ്. 10-15 ദിവസമെങ്കിലും ചേട്ടനവിടെ മാറി താമസിക്കേണ്ടതായിട്ട് വരും. സമ്മതമാണെങ്കിൽ മദ്രാസിലേക്ക് പോരെ. നാടക നടൻ രണ്ടാമത് ഒന്നാലോചിക്കാനേ ഉണ്ടായിരുന്നില്ല. വെറും നാടകക്കാരനിൽ നിന്ന് സിനിമാക്കാരനായി മാറിയ തൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം അയാളെ ചില്ലറയൊന്നുമല്ല കോരിത്തരിപ്പിച്ചത്. ഇന്നയാൾ നാട്ടിലൊരു വിശിഷ്ടനാണ്, VIP ആണ്. നാടിന് പുറത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മഹാനടൻ. അങ്ങനെ സിനിമാ ഷൂട്ടിങ് തുടങ്ങേണ്ട ദിവസമായി. ചേട്ടാ, എനിക്ക് ഒരു സിനിമയുടെ ഷൂട്ടിങ് തിരുവനന്തപുരത്ത് ചെയ്ത് തീർക്കാനുണ്ട്. ചേട്ടൻ ചെന്ന് ജോയിൻ ചെയ്തോളൂ. ഞാൻ ഇത് കഴിഞ്ഞാൽ ഉടനെ വന്നേക്കാം. സിനിമാക്കാർ മദ്രാസിൽ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നാൽ മതി, സിനിമയുടെ പാർട്ടികൾ വന്ന് കണ്ടോളും. സിനിമാ നടൻ പറഞ്ഞു, ശരിയടാ മോനെ, ഇനി നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നാടക നടൻ മനസ്സിൽ കരുതി. ഉത്സാഹത്തോടുകൂടി തമിഴകത്തേക്ക് വണ്ടി കയറി. അയാൾ തമിഴ് പോയിട്ട് മലയാളം പോലും ഒരാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ഫലിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരാളായിരുന്നു. ഇനി താനും സിനിമാ നടനാണ്. അതിരുകളില്ലാത്ത സന്തോഷത്തിൽ ഭാഷാപരിമിതിയൊന്നും അയാൾ ഓർത്തതേയില്ല. അങ്ങനെ മഹത്തായ മദ്രാശിയിൽ ചെന്ന് അയാൾ ട്രെയിൻ ഇറങ്ങി. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. അഡ്രസ്സ് അന്വേഷിച്ച് കണ്ടെത്തി. എന്നിട്ട് സിനിമയുടെ ദൂതനെയും കാത്ത് കുളിച്ച് കുറിയും തൊട്ടിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. സിനിമാക്കാർ ഇന്ന് വരും നാളെ വരും എന്ന് കരുതിയിരുന്നു. ദൂതനും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. അറിയാവുന്ന ഭാഷയൊക്കെ പറഞ്ഞ് അയാൾ തിരികെ നാട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ സിനിമാ നടനും അദ്ദേഹത്തെ അന്വേഷിച്ച് അവിടെ വന്നിരിക്കുന്നു. നാടക നടന് ചോര തിളച്ചു വന്നു. അയാൾ നിരാശയും ദേഷ്യവും വിഷമവും ഒക്കെ കൊണ്ട് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അവന്മാർ എനിക്ക് തരാമെന്ന് പറഞ്ഞ അഡ്വാൻസ് അയച്ചു തന്നില്ല ചേട്ടാ. എഗ്രിമെൻറ്റും എഴുതിയിട്ടില്ല. അഡ്വാൻസ് തരാതെ അഭിനയിച്ചാൽ ചിലപ്പോൾ പിന്നെ പണമേ കിട്ടിയില്ലെന്ന് വരും. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു. അപ്പോൾ ചേട്ടനെയും ഒരുപക്ഷെ അവർ ഒഴിവാക്കിയതായിരിക്കാം. എന്തു കുന്തമായാലും നിനക്കൊന്ന് പറയാൻ വയ്യായിരുന്നു? എങ്ങനെ പറയാൻ? അഡ്രസ്സ് മാത്രമല്ലേ എൻ്റെ കയ്യിലുള്ളൂ. നേരിട്ട് വന്ന് പറയാൻ മദ്രാസ് അയൽപ്പക്കത്തൊന്നുമല്ലല്ലോ. ചേട്ടൻ വിഷമിക്കണ്ട, അവസരങ്ങൾ ഇനിയും വരും. ഇതെൻ്റെ വാക്കാണ്. ഊരും പേരും അറിയാത്ത ഇടത്തുപോയി സമയം നഷ്ടപ്പെടുത്തിയതിലല്ല അയാളുടെ ഹൃദയവ്യഥ. തൻ്റെ സിനിമാ സ്വപ്നങ്ങൾ സഫലമാകാതെ പോയതിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കിട്ടാൻ പോകുന്ന ചാൻസിനെ പറ്റി ഓർത്തപ്പോൾ അയാൾ ശാന്തനായി. വീട്ടുവരാന്തയിലെ ചാരുകസേരയിൽ പോയി വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. സിനിമാ നടൻ എഴുന്നേറ്റ് ചെന്ന് അയാളുടെ തോളിൽ കൈതട്ടി സമാധാനിപ്പിച്ചു. എന്നിട്ട് മറ്റൊരു വിദൂരതയിലേക്ക് ഇറങ്ങി നടന്നു. എന്നാൽ നാട്ടിലിറങ്ങി നടന്ന നാടക നടനോട് ചില സ്നേഹഭാചനങ്ങൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. നാടക നടൻ സിനിമ തേടിപ്പോയ നാളുകളിലൊക്കെ സിനിമാ നടൻ നാടക നടൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. രാവെന്നും പകലെന്നുമില്ലാതെ നാടകവേദികളിൽ പൊടുന്നനെ പൊട്ടുന്ന ഇടിമണി പോലെയാണ്
അത് കേട്ട അയാളുടെ ഹൃദയം മുഴങ്ങിയത്. നാടകനടൻ തൻ്റെ ഭാര്യയെ ഓർത്തു. അവളൊരു മധുരമന്ദാരമാണ്. ക്ഷേത്രനടയിലും നാട്ടുവഴികളിലുമൊക്കെ ആരാധനയോടെ ആർത്തിയോടെ അവളെ തേടി കണ്ണുകൾ വരുന്നത് അയാൾ കണ്ടിട്ടുണ്ട്. അയാൾക്ക് സിനിമാ നടനോട് അടങ്ങാത്ത പകയായി. അയാളെ തേടി ഒരു സിനിമയും പിന്നീട് വന്നില്ല. സിനിമ അന്വേഷിച്ച് അയാളും പോയില്ല. നാടകം ഉപജീവനത്തിന് പോരാതെ വന്നപ്പോൾ അയാൾ ചെറിയൊരു വ്യാപാരം തുടങ്ങി. ഒപ്പം അയാളുടെ പ്രിയ പത്നിയും സഹായത്തിനുണ്ട്. കഥകളുടെ യാഥാർത്ഥ്യം എന്താണെന്നറിയില്ല. എങ്കിലും 70 ഉറപ്പായും കഴിഞ്ഞ ആ സ്ത്രീയുടെ കണ്ണുകളിൽ കടലലകൾ ഇളകുന്നത് ഇപ്പോഴും കാണാം. യുവതരുണികൾ പൗരുഷം കൊണ്ട് മോഹിച്ചു പോയ നടൻ്റെ കാമനകളെ വലിച്ചടുപ്പിക്കാനുള്ള ശക്തി എന്തായാലും ആ കണ്ണുകൾക്ക് ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.